ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ മുദ്ര പരിചയപ്പെടുകയാണ്. ആദ്യത്തെ മുദ്രയായ പതാകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇങ്ങനെയാണ് പതാക പിടിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിരലുകളൊക്കെ കറക്റ്റായിട്ട് പിടിക്കണേ, തെറ്റ് വരുത്തി പിടിക്കരുത്. പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പതാക പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ നമസ്കാരം പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ നമസ്കരിച്ച് കാണിച്ചു തന്നിട്ടില്ല. അപ്പം അതിന് പതാക വേണം, ശിഖരം വേണം, അതേപോലെ അഞ്ജലി വേണം, ഈ മുദ്രകളൊക്കെ വേണം. അതിൽ പതാകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അർത്ഥം ഫ്ലാഗ് എന്നാണ് നോർമൽ അർത്ഥം. പക്ഷേ പതാകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതായത് ഫ്ലാഗിന് വേണ്ടി മാത്രമല്ല നമ്മളിത് യൂസ് ചെയ്യുക. നമ്മളിത് പല പർപ്പസിന് യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് നദികൾ കാണിക്കാൻ, അല്ലെങ്കിൽ കടലൊക്കെ കാണിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ സ്റ്റോപ്പ് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, മാടമേക്കും കണ്ണേ നീ പോക വേണ്ടാം ശുനീൻ. ഇപ്പം അവിടെ പോണ്ടാന്ന് പറയുന്നുണ്ടല്ലോ. യശോദാമ്മ കണ്ണനോട് പറയാണ് മാട് മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോണ്ട. അപ്പോൾ പോണ്ടാന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേണ്ട പറയണം. നമ്മളെല്ലാവരും കൈ കൊണ്ട് വേണ്ടാന്ന് പറയാറില്ലേ? വേണ്ട കേട്ടോ, കുട്ടികളോടൊക്കെ പറയില്ലേ വേണ്ടേ എന്ന് പറയില്ലേ? അതേപോലെ തന്നെയാണ്. പക്ഷേ മുദ്ര പിടിക്കുന്ന നേരം ശ്രദ്ധിക്കണം. നമ്മൾ ആബ്സെൻറ്റ് മൈൻഡിൽ പിടിച്ചാൽ പോരാ. നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെയൊന്നും പിടിക്കാറില്ല സാധാരണ. പക്ഷേ നാട്യശാസ്ത്രത്തിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് മുദ്രകൾ പെർഫെക്റ്റായിട്ട് പിടിക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മുദ്ര പഠിക്കുക കേട്ടോ. അടുത്ത മുദ്ര അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.